രാവിലെ ഞാൻ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പോയി വരുന്ന വഴി റേഷൻ കട കയറി അരിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ മോളും അഖിലും പിലിമോളും കുഞ്ഞാവയൊക്കെ ഇന്നലെ അഖിലിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അവർ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്ന വഴി കുറച്ച് മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നങ്കും പിന്നെ ഇതേ കുഞ്ഞി ചാളയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോൾ അവിടെ ഇരുന്നുകൊണ്ട് നങ്ക് പൊളിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്കായിട്ട് ചാളയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാള ഇതേ വെള്ളത്തിൽ ഇടുവാണ് കേട്ടോ. പിലിമോളും കുഞ്ഞാവയും അതിലേക്ക് നടക്കുന്നുണ്ട്. ക്യാമറ കണ്ടപ്പോൾ അവൾ വന്ന് ഓടി വന്ന് ഹായ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് രാവിലെ കഴിക്കാനായിട്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ കഴിക്കുവാണ്. മോൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങളിതേ താഴെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. പീലിമോളും കുഞ്ഞാവൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇത്തിരി കഴിക്കുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകിയെടുത്തു. പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ചോറും കൂടി വാർത്തിടുന്നുണ്ട്. പിന്നെ നമ്മുടെ മത്തിയില്ലേ അത് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ അതേ മത്തി വെട്ടുന്നുണ്ട്. അങ്ങനെ മത്തിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് മുളക് ചാറ് വെക്കാൻ പോവാണ് കേട്ടോ. കുടംപുളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായോ നോക്കുന്നതാണ് കേട്ടോ മോൻ. അവൻ അങ്ങനെയാണ് നോക്കുന്നത്. അങ്ങനെ ഞാൻ ദേ വെള്ളം ഇറക്കി വെച്ചിട്ട് നമ്മുടെ കറിയും കൂടി വെച്ചു. അങ്ങനെ ദേ കറി റെഡി ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് നങ്ക് ഫ്രൈയും കൂടി ചെയ്തെടുക്കാൻ പോവാണ്. ഒരു സെറ്റ് വറുത്തെടുത്തിട്ട് മോന് ചോറ് കൊടുത്തു. അവന് ചാളക്കറി നങ്ക് ഫ്രൈയും കൂടി ചോറ് കൊടുക്കുവാണ്. പിന്നെ ദേ കുറച്ച് വീട്ടിലുണ്ടായ അച്ചിങ്ങയും കോവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് മാത്രമായിട്ട് ഞാൻ എൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. കോവയ്ക്കയും അച്ചിങ്ങയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ അത് രണ്ടും അരിഞ്ഞെടുത്തിട്ട് മെഴുക്കുവരട്ടിക്ക് ഇട്ടു. അപ്പോൾ ഇത് പിള്ളേർ കഴിക്കില്ല കേട്ടോ. ഇതെനിക്ക് മാത്രമാണ്. നങ്ക് ഫ്രൈ ആയി വന്നപ്പോഴേക്കും അവർ മോള് ചോറ് കഴിക്കാനെടുത്തു. കുഞ്ഞാവക്കും പീലിമോൾക്കും മോള് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മോനും കൊടുത്തു. മോൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ദിവസമായി അരി തീർന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റോസ് മട്ടയാണ് കിട്ടിയത്. ഈ പ്രാവശ്യത്തെ നല്ല വെള്ള മട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് സുരേഖരിയാണ് കുറച്ച് ദിവസമായിട്ട് വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ദേ അരി പാത്രത്തിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മുടെ അരിപ്പാത്രത്തിൽ എപ്പോഴും അരി നിറഞ്ഞിരിക്കുന്നത് ഒരു ഐശ്വര്യമുള്ളൂ. അങ്ങനെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ഈ പാത്രം നിറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ചോറ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞൻ മത്തിക്കറിയും പിന്നെ കോവയ്ക്കയും അച്ചിങ്ങയും മിക്സായിട്ടുള്ള മെഴുക്കുവരട്ടി എല്ലാം കൂടി ഞാൻ കഴിക്കുവാണേ. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പോയി ഇരുന്ന് കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ദേ അപ്പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബായ്.